ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് BS കുറച്ച് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ക്ലാസ്സിനാണ്. അപ്പോൾ BS ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ ചെയിൻ ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒബ്സർവ് ദ പിക്ചർ, അതായത് ഈ പിക്ചറിൽ കാണുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് ഒരു കിങ് ഫിഷർ, പിന്നെ ഒരു ഫിഷ് കാണാൻ സാധിക്കുന്നുണ്ട്, ട്രീസ്, പിന്നെ പ്ലാന്റ്സ്, പിന്നെ ഫ്ലവേഴ്സ്, പിന്നെ ഒരു ഗ്രാസ് ലാൻഡ്സ്, ഇതൊക്കെയല്ലേ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത്, വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ കാണുന്നത് ഏത് ബേർഡാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊന്മാൻ അഥവാ കിങ് ഫിഷറാണ്. അറിയാമോ? അപ്പോൾ അടുത്ത്, വാട്ട് ഈസ് ദ ഇറ്റ്സ് മെയിൻ ഫുഡ്? ഫിഷിൻ ഇതാണ് മെയിൻ ഫുഡ് എന്താണ്? അതായത് ഇതിൻ്റെ മെയിൻ ഫുഡ് ഫിഷാണ്. വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? അതായത് ഈ ബേർഡിന് ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? വാട്ടർ സോഴ്സസ്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് ഒരു ബോക്സ് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ദ കിങ് ഫിഷർ ലേ എഗ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ട്സ്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. കിങ് ഫിഷർ മുട്ടയിടുന്നത് കുഞ്ഞു കുഞ്ഞ് പൊത്തകളിലാണ്. അത് റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ട്സ്, നദിയുടെ കരകളിലോ അത് പോണ്ട്സിൻ്റെ അവിടെയൊക്കെയാണ് ഇവർ കൂടുതൽ ഇടുന്നത് മുട്ട. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. ഇവർ ഈ നിയർ വാട്ടർ സോഴ്സസ്, അതായത് ഇവർ വെള്ളമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് ചൂസ് ചെയ്യുന്നത്. ഇവർക്ക് ഫിഷ് വേണം, അതുകൊണ്ടാണ് അവർ അത് ചൂസ് ചെയ്യുന്നത്. അടുത്ത താഴെ കൊടുത്തിട്ടുണ്ട്, there are many creatures around us who eat various kinds of food. What are the different types of food that they eat? What is the main food of goat? Grass, rice, jackfruit leaves, banana peel. ഇതൊക്കെയാണ് നമ്മളെ പ്രിയപ്പെട്ട ഗോട്ട് കഴിക്കുന്നത്. അടുത്ത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട്, which other creatures feed on parts of plants? Find and write. Deer, rabbit, cow, എലിഫന്റ്, ഹോഴ്സ്, ഇവയൊക്കെയാണ് പ്ലാന്റിൻ്റെ ഇതൊക്കെ പാർട്സ് ഓഫ് പ്ലാന്റ്സ് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ക്ലാസ്സെല്ലാം നിങ്ങൾക്ക് കിട്ടും. എൻ്റെ വീഡിയോ സബും ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.